Hi everyone, welcome to my channel Master Mathematics by Shaiji Mohandas. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് സിംപ്ലിഫിക്കേഷൻ ട്രിക്ക് ആണ്. സർട്സ് ആൻഡ് ഇൻഡിസസ് സ്ക്വയർ റൂട്ടിനുള്ളിൽ ഇങ്ങനെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ നോർമൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഉള്ള ആൻസർ പറയാം. അതിനുശേഷം എങ്ങനെയാണ് വിത്തിൻ സെക്കൻഡ്സിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇതുപോലൊരു പ്രോബ്ലം മസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കാണാം. ഓക്കെ, നോക്കൂ. സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇതാണ് ഇതിന്റെ ആൻസർ എന്താണെന്നാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ എന്നെ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 എത്ര ടൈം ഉണ്ട്? 4 ടൈം ഉണ്ട് അല്ലെ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതില് പ്രത്യേകം അറിയണം സർട്സ് ആൻഡ് ഇൻഡിസസില്, അതായത് എക്സ് റൈസ്ഡ് സ്ക്വയർ റൂട്ട് എക്സ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എ എന്താണെങ്കിലും സ്ക്വയർ റൂട്ട് എ ആണെങ്കിൽ ഇതിന് എ റൈസ് ടു 1/2. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എ റൈസ് ടു 1/2. അതായത് എക്സ്പോണൻസിന്റെ മെത്തേഡിൽ എഴുതുകയാണെങ്കിൽ ഇത് സർട്സ്, ഇതെന്താണ്? എക്സ്പോണൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റിൽ ആദ്യം ചേഞ്ച് ആക്കിയിട്ട് എന്ത് ചെയ്തു? സ്ക്വയർ റൂട്ട് 2 സ്ക്വയർ റൂട്ട് 2 3 പ്രാവശ്യം എഴുതി. പിന്നെ ഇവിടത്തെ ഈ സ്ക്വയർ റൂട്ടിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 റൈസ് ടു 1/2 എന്ന് എഴുതി. 2 റൈസ് ടു 1/2. ഓക്കെ, ഈ ഒരു ടേമിന് പകരമാണ് നമ്മൾ 2 റൈസ് ടു 1/2 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 1 തന്നെയാണ്. എ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു 1. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ എന്താവും? അപ്പൊ 2 റൈസ് ടു 1 ഇൻറ്റു 2 റൈസ് ടു 1/2. അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ രണ്ടും പവേഴ്സ് ആണ്. നോക്കൂ, എയിനും പവർ ബിയിനും പവർ. അപ്പൊ എന്താണ്? അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അതായത് ഇതിന്റെ രണ്ടിന്റെ ബേസ് സെയിം ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പൊ എ അങ്ങനെയാണെങ്കിൽ നമ്മൾ പവേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. എ റൈസ് ടു എം പ്ലസ് എൻ. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? 2 റൈസ് ടു 1 പ്ലസ് 1/2 അതെന്താവും? ആഡ് ചെയ്യുന്ന സമയത്ത് അതായത് 1 പ്ലസ് 1/2 പറയുമ്പോൾ 2 റൈസ് ടു 3/2. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. 1 പ്ലസ് 1/2 പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതായത് 2ന് ഇങ്ങോട്ട് എൽസിയം എടുക്കും. അപ്പൊ 2 പ്ലസ് 1/2 3/2 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കിട്ടി. ഇവിടെ അപ്പൊ എന്തായി? സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 2. അപ്പൊ ഈ ടേമിന് എന്തായി? ഈ രണ്ട് ടേമും കൂടെ നമുക്ക് എന്ത് കിട്ടി? ഈ സ്ക്വയർ റൂട്ടിനുള്ളിൽ എന്ത് കിട്ടി? 2 റൈസ് ടു 3/2 കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം സ്ക്വയർ റൂട്ട് ഓഫ് 2 റൈസ് ടു 3/2 പറയുമ്പോൾ നമുക്കറിയണം 2 റൈസ് ടു 3/2 സ്ക്വയർ റൂട്ട് ഉണ്ട്. ഇതിന് പകരം നമുക്ക് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താ? 1/2. അപ്പൊ നമ്മൾ എഴുതുന്നു 2 റൈസ് ടു 3/2 ഹോൾ റൈസ് ടു 1/2. അപ്പൊ ഇതിനെ മാറ്റി നമ്മൾ അങ്ങനെ എഴുതുന്നു. സോ സ്ക്വയർ റൂട്ട് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് 2. ഇനി എന്താ ചെയ്യണം? റൂട്ട് പോയി. സോ ഇൻറ്റു 2 റൈസ് ടു എന്തായി? 3/2 ഇൻറ്റു ഹോൾ റൈസ് ടു 1/2. അപ്പൊ ഈ 2 റൈസ് ടു 3/2 ഹോൾ റൈസ് ടു 1/2. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോണൻസിന്റെ ഫോർമുലയില് എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എൻ. ഇത് ഓൾറെഡി പഠിച്ചതാണ്. എ റൈസ് ടു എം ഹോൾ ടു ദ പവർ എൻ എന്ന് പറയുമ്പോൾ എ റൈസ് ടു എം ഇൻറ്റു എൻ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 3/2 അതായത് 3/2 ഇൻറ്റു 1/2 പറയുമ്പോൾ 3 ഇൻറ്റു 3/4 ആയി. സോ ഇവിടെ എന്ത് ചെയ്യും? 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 റൈസ് ടു 3/4 ആയി. ഇവിടെ നോക്കൂ, ഇവിടെ 1ഉം ഇതും സെയിം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അപ്പൊ എന്താവും? സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ എന്താവും? 2 റൈസ് ടു 7/4. എങ്ങനെയാണ്? 1 പ്ലസ് 3/4 എൽസിയം എടുക്കാൻ സമയത്ത് 4 പ്ലസ് 3/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/4. അപ്പൊ ഇത് അത്ര കിട്ടി. ഇനി എന്ത് ചെയ്യണം? വീണ്ടും ഇവിടെ സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹോൾ റൈസ് ടു 1/2. സോ സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ ഇൻറ്റു 2 റൈസ് ടു 7/4 ഹോൾ റൈസ് ടു 1/2. ഇവിടെ എന്താ? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം
2 raised to 1 into 2 raised to 7/8 ആയി. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യണം? സെയിം ആണ്. ഇവിടെ a raised to m into a raised to n പറയുമ്പോൾ എന്തായി? ഇതിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് 1 plus 7/8 എന്തായി? 8 plus 7/8. സോ 15/8. സോ 2 raised to square root of 2 raised to 15/8 ആണ്. ഇനി എന്താണ്? ഇത് സ്ക്വയർ റൂട്ട് മാറ്റാൻ വേണ്ടി 2 raised to 15/8 whole to the power 1/2. അപ്പൊ ആൻസർ എത്ര വരുന്നത്? ഇൻറ്റു a raised to m whole raised to n. അപ്പൊ ആൻസർ എത്ര കിട്ടി നോക്കൂ? 2 raised to 15/16 ആണ് ആൻസർ. ആൻസർ എത്രയാണ്? 2 raised to 15/16. അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2 raised to 15/16 ആണ് ഇതിന്റെ ആൻസർ. 2 raised to 15/16 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അതായത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തു വരണം. അപ്പൊ ടൈം എന്തായാലും 2-3 മിനിറ്റ് എടുക്കും. ഓക്കെ, അതേസമയം നമ്മൾ ഇതിനെ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യുക എന്ന് നോക്കാം. വിത്തിൻ സെക്കൻഡ്സിൽ നോക്കിക്കോളൂ. ഇതിൽ എത്ര ടൈം ഉണ്ട് നോക്കൂ? 1 2 3 4. എത്ര ടൈം ഉണ്ട്? 4 ടൈം ഉണ്ട് അല്ലേ? അപ്പോ അതായത് എത്ര ടൈം ഉണ്ടോ, അതായത് ഈ റൂട്ടിനകത്ത് സെയിം നമ്പർ എത്ര ടൈം ഉണ്ടോ? ഇവിടെ n ടൈം ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അതായത് തന്നിരിക്കുന്ന സംഖ്യ ഏതാണോ, തന്നിരിക്കുന്ന സംഖ്യ x ആണെങ്കിൽ x, ഓക്കെ, x പിന്നെ 2 raised to n, 2 raised to n minus 1/2 raised to n. ഇതാണ് ഫോർമുല. അതായത് ഇവിടെ നോക്കൂ, അതായത് n ടൈംസ് ഉണ്ടെങ്കിൽ എത്ര ടൈംസ് ആണോ നോക്കാം. ആ സംഖ്യ തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? x ആണ്. സോ x 2 raised to n എത്ര ടൈം ഉണ്ട്? n minus 1/2 raised to n. നോക്കാം, നമുക്കിത് കറക്റ്റ് ആണോ നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഏതാ സംഖ്യ? 2 ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കണം. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 2 എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? എത്ര ടൈമാണ്? n എത്രയാണ്? n 1 2 3 4. n എന്താണ് ഇവിടെ? 4 ആണ്. സോ നമ്മൾ എഴുതുന്നു 2 raised to 4 minus 1/2 raised to 4. എന്താണ് 2 raised to 4? 2 into 2 into 2 into 2. 4 times. 2 2s are 4. 4 2s are 8. 8 2s are 16. സോ ഇവിടെ എന്ത് വരും? ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇവിടെ 2 raised to ഇവിടെ 16 വരും. 16 minus 1 15. ആൻസർ കറക്റ്റ് അല്ലേ? ആണ്. അപ്പൊ നമ്മള് തന്നിരിക്കുന്ന റിപ്പീറ്റഡ് നമ്പേഴ്സ്, അത് സെയിം നമ്പറാണ് റൂട്ടിനുള്ളിലുള്ളെങ്കിൽ അത് എത്ര ടൈംസ് ഉണ്ട് നോക്കുക. അപ്പൊ ഞാൻ പറയാം. അപ്പോ അതായത് ഈ റൂട്ടിനകത്ത് എത്ര ടൈം, അതായത് ഇതാണ് ഫോർമുല. എക്സ് തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? ഇവിടെ എക്സ് ആണ്. എത്ര ടൈം ഉണ്ട് നോക്കുക. ഇവിടെ എത്ര? n ടൈം ആണ്. അപ്പൊ അതിന് 2 raised to n minus 1 divided by 2 raised to n. ഇതാണ് ആ ഫോർമുല. ഇതിന്റെ ബേസിൽ ഇതിന് എക്സ് എന്താണ്? ഇവിടെ എക്സ് ഈക്വൽ ടു 2ഉം n ഈക്വൽ ടു എത്ര ടൈം ആണ്? 4ഉം ആണ്. സോ നമ്മൾ എന്താണ്? 2 raised to ഇവിടെ എന്താണ്? 2 raised to n 2 raised to 4 minus 1/2 raised to 4. അപ്പൊ എന്താ? 2 raised to ഇവിടെ എന്താവും? 16 minus 1/16 ആണ്. അപ്പൊ ആൻസർ 2 raised to 15/16. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് നോക്കാം. സെക്കൻഡ് നോക്കൂ, എന്താണ് സെക്കൻഡിലെ ക്വസ്റ്റ്യൻ? റൂട്ട് 5. അപ്പൊ ഇവിടെ എത്രയാ നോക്കൂ. 5 എത്ര ടൈം ഉണ്ട്? ഇവിടത്തെ ഇതില് ഞാൻ പറയാം. 5 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു ഇവിടെ എന്താണ്? 5 ആണ്. അതുപോലെ n ഈക്വൽ ടു എന്താണ്? 4 ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എക്സ് റേസ് ടു ഇതാണ് ഫോർമുല. എക്സിന് പകരം 5 raised to 2 raised to n എന്ന് പറയുമ്പോൾ 2 raised to 4 minus 1/2 raised to 4. അപ്പൊ ആൻസർ എത്രയാണ്? 5 raised to 16 minus 1/16. സോ 5 raised to 15/16. അപ്പൊ ആൻസർ ഇവിടെ എത്ര കിട്ടി? 5 raised to 15/16 ആണ് ആൻസർ. അതുപോലെ നമ്മൾ സെക്കൻഡ് നോക്കൂ, 3ന്റെ ആണ് പറയുന്നത്. സോ 3ന്റെ ചെയ്യുന്ന സമയത്ത് നോക്കൂ, 1 2 3 4 5 ടൈം ഉണ്ട്. അപ്പൊ ഇവിടെ എക്സ് എന്താണ്? എക്സ് 3 ആണ് അല്ലെ? എക്സ് 3, n എത്രയാണ്? 5. അപ്പൊ എന്താ ഫോർമുല? എക്സ് എന്ന് പറയുമ്പോൾ 3 raised to
2⁵ minus 1 by 2⁵ അതായത് 2⁵n. സോ 2⁵ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 times 2. 2 into 2 into 2 into 2 into 2. 5 ടൈം ആണ് ചെയ്യേണ്ടത്. അപ്പൊ 2 2s are 4, 4 2s are 8, 8 2s are 16. 16 into 2 എത്രയാണ്? 32 ആണ്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്തും? ഈക്വൽ ടു 3 ഇവിടെ 32 minus 1 by 32. സോ 3 by 32 ആണ് ആൻസർ. സോ 3 by 32 ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. നോക്കൂ, ഇവിടെ എക്സ് എത്രയാണ്? എക്സ് ഈക്വൽ ടു 7ഉം n എത്ര ടൈം ഉണ്ട്? 3 ടൈം ആണ്. അപ്പൊ എങ്ങനെയാവും? 7⁵2 minus 1 by 2⁵3. സോ 2⁵3 എത്രയാണ്? 2 2s are 4, 4 2s are 8. സോ ഇവിടെ 7⁵8 minus 1 by 8. സോ ആൻസർ 7⁵7 by 8 ആണ് ആൻസർ. അപ്പൊ വളരെ ഈസി അല്ലേ? അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സിമ്പിൾ ആയിട്ട് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 അതാണ്. പക്ഷേ ഇതിൽ പ്ലസ് വരുന്ന ഒരു മെത്തേഡ് ഉണ്ട്, √2 പ്ലസ് √2 പ്ലസ് √2 പ്ലസ്. ഇത് വേറൊരു മെത്തേഡാണ്. അപ്പൊ ഇതിനുള്ള ട്രിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് എന്ന് പറയുമ്പോൾ വേറെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇൻറ്റു ആണ്, അതായത് √(x) ഇൻറ്റു √(x) ഇൻറ്റു √(x) എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഫോർമുലയാണ് ഇത്. എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള സംഖ്യ. ഓക്കെ, സെയിം നമ്പർ ആയിരിക്കും. ഇതിനകത്തുള്ള സംഖ്യ എന്താണോ അതാണ് എക്സ്. പിന്നെ എത്ര ടൈം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ 1 2 3 n ടൈം ആണെങ്കിൽ അതിന് n. 2⁵n, 2ന്റെ പവർ n ടൈം മൈനസ് 1 by 2⁵. അപ്പൊ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2-3 മിനിറ്റ് എടുക്കും. പക്ഷെ ഇതുപോലുള്ള കണക്ക് നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വരികയാണ്, നമ്മൾ അത്രയും ടൈം എടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി നമ്മൾക്ക് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനിൽ ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും ആകെ കൊളാവും. അപ്പോൾ അതിനു വേണ്ടി ഒരു സിമ്പിൾ ട്രിക്കാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്സുകളൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, so thank you so much for watching. See you soon on my next video. Till then, bye.